നമസ്കാരം. വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുവാൻ ഈ സംഭവം ജനങ്ങളെ സഹായിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ സ്വർണ്ണബിംബമുണ്ടാക്കി. എന്നിട്ട് എല്ലാവർക്കും നമസ്കരിക്കുവാൻ വേണ്ടി അത് ഒരു സമഭൂമിയിൽ സ്ഥാപിച്ചു. അവൻ എല്ലാ രാജകുമാരന്മാരോടും ഗവർണർമാരോടും ഉദ്യോഗസ്ഥരോടും അതിനെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു. കൽപ്പന ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വാദ്യസംഗീതം കേൾക്കുമ്പോൾ രാജാവ് നിർത്തിയ ബിംബത്തിന് മുമ്പിൽ കുമ്പിടണം. ആരെങ്കിലും വണങ്ങി നമസ്കരിക്കാതിരുന്നാൽ ആ നിമിഷം തന്നെ ചൂടുള്ള തീച്ചൂളയിൽ അവനെ എറിയും. ഇതാണ് രാജകൽപ്പന. ആ സമയം യഹൂദന്മാരുടെ ഇടയിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ചില ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആരാധന തുടങ്ങിയപ്പോൾ അവർ ദാനിയേലിൻ്റെ കൂട്ടുകാർക്കെതിരെ പരാതി നൽകി. മഹാരാജാവേ, അവർ പറഞ്ഞു, ശദ്രക്, മേശക്, അബേദനാഗോ എന്നീ 3 പ്രധാന യഹൂദ ഉദ്യോഗസ്ഥന്മാർ നിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ല. അവർ നിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നില്ല. നീ ഉയർത്തിയ ബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കുകയും ചെയ്യുന്നില്ല. രാജാവരെ വിളിച്ച് ബിംബത്തെ ആരാധിക്കുവാൻ കൽപ്പിച്ചു. എങ്കിലും അവർ അതിന് വിസമ്മതിച്ചു. അവർ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം കത്തുന്ന തീച്ചൂളയിൽ നിന്നും നിൻ്റെ ശക്തിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാൻ ശക്തനാണ്. ഒരുപക്ഷെ രക്ഷിച്ചില്ലെങ്കിലും മഹാരാജാവേ, നിൻ്റെ ദൈവത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. നീ ഉയർത്തിയ സ്വർണ്ണബിംബത്തിന് മുമ്പിൽ കുമ്പിടുകയുമില്ല. രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. ചൂളയ്ക്ക് ചൂട് വർദ്ധിപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അവൻ തൻ്റെ ശക്തരായ പട്ടാളക്കാരോട് ആ 3 പുരുഷന്മാരെ പിടിച്ചുകെട്ടി കത്തിജ്വലിക്കുന്ന തീച്ചൂളയിലേക്ക് എറിയുവാൻ കൽപ്പിച്ചു. ചൂളയ്ക്ക് ചൂട് വളരെ അധികമായിരുന്നതിനാൽ 3 പുരുഷന്മാരെ എടുത്തുകൊണ്ടുപോയ ആളുകൾ ചൂളയുടെ ചൂടേറ്റപ്പോഴേ കരിഞ്ഞുപോയി. ശദ്രക്, മേശക്, അബേദനാഗോ എന്നിവർ തീയിൽ വീണു. പെട്ടെന്ന് നെബൂഖദ്നേസർ രാജാവ് അത്ഭുതം കൊണ്ട് ചാടിയെണീറ്റു. അവൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു, നാം 3 പേരെയല്ലേ പിടിച്ച് കെട്ടി ചൂളയിൽ എറിഞ്ഞത്? അതേ മഹാരാജാവേ, അവർ മറുപടി പറഞ്ഞു. പക്ഷേ 4 പേർ അഗ്നിയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. രാജാവ് പറഞ്ഞു, അവരുടെ കെട്ടുകൾ കാണുന്നില്ല, ശരീരം കരിഞ്ഞിട്ടുമില്ല. 4-മനാകട്ടെ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് ചൂളയുടെ വാതിൽക്കൽ ചെന്ന് ഉറക്കെ വിളിച്ചു, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്, മേശക്, അബേദനാഗോവേ, പുറത്തു വരിക. അപ്പോൾ തന്നെ അവർ പുറത്തു വന്നു. രാജകുമാരന്മാരും ഗവർണർമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഈ 3 പുരുഷന്മാരും